Good morning, ma'am. Good morning, ma'am.
കാണാലോ? നമ്മൾ 10 uses of computers ആണ് പഠിച്ചത് അല്ലേ? ഏതൊക്കെയാണ് യൂസസ് എന്ന് പറയാമോ? യൂസസ് എന്ന് പറയാമോ? patient monitoring, പിന്നെ inventory, online payment, medical research, communication, surgical procedures, telemedicine, online payment, customer service, maintain patient information. Okay, very good. Customer service, the medical equipment and imaging. Okay. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ലാസ്റ്റ് ഭാഗമുണ്ട് ഈ ചാപ്റ്ററിന്റെ ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജർ HIM. ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജർ ആരാണ് അദ്ദേഹം? ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജേഴ്സ് organize, oversee and protect patient health information data which include symptoms, diagnosis, medical history, test result and procedures. Okay. ആരാണ് ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജർ എന്ന് പറയുന്നത്? പേഷ്യൻസിന്റെ ഹെൽത്ത് ഇൻഫോർമേഷൻസ് പ്രൊട്ടക്ട് ചെയ്യുന്ന വ്യക്തിയാണ്, അല്ലെ, പേഴ്സൺ ആണ് ആര് ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജർ എന്ന് പറയുന്നത്. പേഷ്യന്റ് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ ഡാറ്റാസും, അതായത് ഡയഗ്നോസിസ് ആയിട്ടുള്ള കാര്യങ്ങൾ, സിംറ്റംസ്, മെഡിക്കൽ ഹിസ്റ്ററീസ്, ടെസ്റ്റ് റിസൾട്ട്സ്, ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്യുന്നതും ഓവർസീ ചെയ്യുന്നതും അതിനെല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ ഡ്യൂട്ടി ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജർ ആണ്. ക്ലെയിം ചെയ്യാം. Health information manager organize, oversee and protect patient health information data which include symptoms, diagnosis, medical history, test result and procedures. Okay, ആരാണെന്ന് മനസ്സിലായോ? HIM ആരാണ്? പേഷ്യൻസിന്റെ ഹെൽത്ത് ഹെൽത്ത് ഇൻഫോർമേഷൻസ് ആയിട്ടുള്ള ഡാറ്റാസിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന പേഴ്സൺ ആണ്, വ്യക്തിയാണ് HIM എന്ന് പറയാം. അപ്പൊ അതിന്റെ എക്സ്പാൻഷൻ ഒന്ന് പഠിക്കണം കേട്ടോ. ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജേഴ്സ്. The exact job description relies on the professional jobs title. However, there are some daily tasks that most health information managers do. Okay. ഇതിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻസിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്, പ്രൊഫഷണൽ ജോബ് ടൈറ്റിൽ എന്ന് പറയുന്നത് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ എന്നാണെങ്കിൽ കൂടിയും അദ്ദേഹത്തിന് ഡെയിലി ടാസ്കുകൾ കുറച്ച് വ്യത്യസ്തമാണ്. അതായത് ഹെൽത്ത് ഇൻഫർമേഷൻസുമായി ബന്ധപ്പെട്ട് വരുന്ന ഏകദേശം എല്ലാം ഓൾ ഡീറ്റെയിൽ ആ ടാസ്കുകൾ കംപ്ലീറ്റ് കൈകാര്യം ചെയ്യുന്നത് ഈ ഒരു HIM ആണ്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ഡെയിലി ടാസ്കുകൾ കുറച്ച് പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പോയിന്റ്സ് ചെറുതാണ്, പക്ഷെ അതിലെ കണ്ടന്റ്സുകൾ കുറച്ച് അത്യാവശ്യം വലുതാണ് കേട്ടോ. നമുക്ക് നോക്കാം. ഇനി നോക്കുന്നത് എന്താണ്? HIMന്റെ ഡെയിലി ടാസ്കുകൾ ഏതൊക്കെയാണെന്നാണ് കേട്ടോ. അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, ശരിക്കും അദ്ദേഹത്തിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻസ് തന്നെ പറയുന്നത് കേട്ടോ. ഓക്കെ, ഡ്യൂട്ടീസ് ഓഫ് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ. ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? Yes. Duties of health information manager. First point എന്താണ്? Establish health information system and process to ensure the complete and accurate documentation of medical records. Establish health information system and process to ensure the complete and accurate documentation of medical records. ഫസ്റ്റ് പോയിന്റിൽ എന്തായിരിക്കും പറയുന്നത്? അദ്ദേഹത്തിന്റെ പ്രധാന ഡ്യൂട്ടി എന്താണ്? ഹോസ്പിറ്റൽ മെഡിക്കൽ ഡോക്യുമെന്റേഷൻസിന്റെ
പൂർണ്ണത അല്ലെങ്കിൽ ആ അതായത് ഹെൽത്ത് എസ്റ്റാബ്ലിഷ് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റംസ്, അതായത് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ ആണ് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റംസുമായി ബന്ധപ്പെട്ട് വരുന്ന ഡാറ്റ പ്രോസസ്സുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. മാത്രമല്ല മെഡിക്കൽ റെക്കോർഡ്സുകളുടെ പൂർണ്ണതയൊക്കെ ഉറപ്പുവരുത്തുന്നതും ഡോക്യുമെന്റ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ ഡ്യൂട്ടി ആർക്കാണ്? ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ ആണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അതായത് നമ്മുടെ EHR പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ഡാറ്റാസ് കംപ്ലീറ്റഡ് ആയിട്ട് സെക്യൂർ ആയിട്ടുള്ള ഒരു മാനറിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ഡോക്യുമെന്റ്സ്, ഡാറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പേഷ്യൻസിന്റെ ഡോക്യുമെന്റ്സ് ആണ്. ഓക്കെ, അതെല്ലാം തന്നെ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടൊരു മാനറിൽ ഈ മെഡിക്കൽ റെക്കോർഡ്സുകളെല്ലാം തന്നെ സൂക്ഷിച്ചു വെക്കുന്നതും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാന ഡ്യൂട്ടിയാണ് കേട്ടോ. സെക്കൻഡ് വൺ എന്താണ്? Work with various medical staff, including nurses and doctors, to enhance the quality and accuracy of patient information. Work with various medical staff. ഇനി ഇദ്ദേഹം ആരുടെയൊക്കെ കൂടെയാണ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്? നഴ്സ്, ഡോക്ടേഴ്സ് അല്ലെ? അതായത് നഴ്സുമാരുടെയും ഡോക്ടേഴ്സിന്റെയും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പേഷ്യന്റിന്റെ ഇൻഫർമേഷൻസിന്റെ ആ ഒരു ക്വാളിറ്റിയും ആക്യുറസിയും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവരുടെ കൂടെ ഇദ്ദേഹം പ്രവർത്തിക്കുന്നത്. വർക്ക് വിത്ത് വേരിയസ് മെഡിക്കൽ സ്റ്റാഫുകളുടെയും നഴ്സും ഡോക്ടേഴ്സിനൊക്കെ കൂടി ഇദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്? പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസിന്റെ ക്വാളിറ്റിയും ആക്യുറസിയും ഒക്കെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്, എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം വേരിയസ് ആയിട്ടുള്ള മെഡിക്കൽ പ്രൊഫഷണൽസുമായിട്ട് വർക്ക് ചെയ്യുന്നത്, ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് കേട്ടോ. രണ്ട് പോയിന്റ് ഒന്നുകൂടി വായിച്ചു നോക്കി. ആദ്യത്തെ രണ്ട് പോയിന്റ് ഒന്നുകൂടി വായിച്ചു നോക്കൂ. ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റംസ് സ്ഥാപിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മള് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റംസ് സ്ഥാപിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മെഡിക്കൽ രേഖകളുടെ അല്ലെങ്കിൽ മെഡിക്കൽ ഡോക്യുമെന്റേഷൻസിന്റെ ആക്യുറസി അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണത നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റംസ് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ നടക്കുന്ന പ്രോസസ്സുകളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ ആണ് കേട്ടോ. യെസ്, ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. സെക്കൻഡ് പോയിന്റിൽ എന്താണ്? അദ്ദേഹം വർക്ക് ചെയ്യുന്ന വേരിയസ് മറ്റ് പ്രൊഫഷണൽസ് ആരുടെയൊക്കെ കൂടിയാണ് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ വർക്ക് ചെയ്യുന്നത്? ആരുടെയൊക്കെ കൂടിയാണ്? മെഡിക്കൽ സ്റ്റാഫുകള്, നഴ്സസ് ആൻഡ് ഡോക്ടേഴ്സ്. ഇൻക്ലൂഡ് ചെയ്യുന്ന ആരൊക്കെയാണ്? മെയിനായിട്ട് ഡോക്ടേഴ്സും നഴ്സുമായിട്ടാണ് അദ്ദേഹം ഒരുമിച്ച് കോപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ആ രണ്ട് പോയിന്റ് ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് തേർഡ് വൺ നോക്കാം. Code to ensure secure and bug-free system for controlling health information. Code or collaborate with the coders. എന്താണ് കോഡ് എന്ന് പറയുന്നത്? കോഡ് എന്ന് പറയുന്നത് എന്താണ്? കോഡ്സുകൾ, മെഡിക്കൽ കോഡ്സുകൾ. നമ്മൾ എന്തിനാണ് ഈ കോഡുകൾ ഉപയോഗിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് കോഡുകൾ എന്ന് പറയുന്നത് അല്ലെ? എമർജൻസി സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്ന കോഡല്ല ഉദ്ദേശിച്ചത് കേട്ടോ. അത് ഡിസാസ്റ്റർ സിറ്റുവേഷൻ കോഡുകൾ, അതായത് നമ്മള് കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് മെഡിക്കൽ കോഡിംഗ് ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. അതായത് സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്, അതായത് നിയമങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളാണ് ഈ കോഡുകൾ എന്ന് പറയുന്നത്. അതായത് അദ്ദേഹത്തിന് മാത്രമായിരിക്കും ആ കോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ഏത് സിസ്റ്റംസ് ആണ് അതൊക്കെ ആക്സസ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ടാറ്റാസിന്റെ സെക്യൂരിറ്റി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള മെഡിക്കൽ കോഡുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഉപയോഗിക്കുന്ന വ്യക്തിക്ക് മാത്രമേ അത് ഏത് കോഡാണെന്ന് അറിയാൻ സാധിക്കൂ. അതെ, യെസ്, നമ്പേഴ്സ് ആൽഫബറ്റിക്സ് ആയിരിക്കും, ന്യൂമറിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ആൽഫബറ്റിക്കൽ ആയിട്ടുള്ള സിസ്റ്റംസ് ആയിരിക്കും ചിലപ്പോൾ കോഡ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. മിക്കവാറും എന്താണ് നമ്പറും ആൽഫബറ്റും ആണ് നമ്മൾ കോഡിനായിട്ട് ചൂസ് ചെയ്യാറ് അല്ലെ? യെസ്, അപ്പൊ കോഡ് ചൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കൺട്രോൾ ചെയ്യാൻ പറ്റും? ബഗ് ഫ്രീ സിസ്റ്റം കേട്ടിട്ടുണ്ടോ? സെക്യൂർ ആൻഡ് ബഗ് ഫ്രീ സിസ്റ്റം ഫോർ കൺട്രോളിംഗ് ഹെൽത്ത് ഇൻഫർമേഷൻ. എന്താണ് ബഗ് ഫ്രീ സിസ്റ്റം എന്ന് പറയുന്നത്? അതായത് ബഗ് ഫ്രീ എന്ന് പറയുന്നത് നമ്മള് ശരിക്കും പറഞ്ഞാല് എന്താ പറയാ, ഹെൽത്ത് ഇൻഫർമേഷന്റെ സ്വകാര്യത നഷ്ടപ്പെടാതിരിക്കുക, അതിനെ സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ, അതായത് യൂസേഴ്സിൽ നിന്നൊക്കെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ബഗ് ഫ്രീ സിസ്റ്റംസ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ബഗ് ഫ്രീ സിസ്റ്റത്തിൽ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് എന്താണ്? കോഡുകൾ ഉപയോഗിക്കും. ഓക്കെ, അങ്ങനെ കോഡുകൾ ഉപയോഗിക്കുന്ന വഴി നമുക്ക് വേറൊരു പേഴ്സൺ എന്താണ് അത്തരം ഡീറ്റെയിൽസ് ഒന്നും തന്നെ ഈ കോഡ് മുഖാന്തരം അത് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ദാറ്റ് ഈസ് ബഗ് ഫ്രീ സിസ്റ്റം എന്ന് പറയുന്നതാണ്. ഓക്കെ, മനസ്സിലായോ എന്താണ് ബഗ് ഫ്രീ എന്ന് പറയുന്നത്?
ഇപ്പൊ നമ്മുടെ സോഫ്റ്റ്വെയറൊക്കെ ആൾക്കാർ മോഷ്ടിക്കുന്നത് കേട്ടിട്ടില്ലേ? നിങ്ങൾ സോഫ്റ്റ്വെയർ ഹാക്ക് ചെയ്യുന്നതൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അങ്ങനെയൊന്നും ഹാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ്, ഓൾറെഡി ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജേഴ്സ് എന്ത് ചെയ്യും, അതിന് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ കോഡിങ്ങുകൾ രേഖപ്പെടുത്തും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താണ്, ഈ ഹെൽത്ത് ഇൻഫർമേഷന്റെ ആ സ്വകാര്യത നഷ്ടപ്പെടാതിരിക്കാനുള്ള എല്ലാ സിസ്റ്റംസ് അവർ അതിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ മറ്റൊരു വ്യക്തിക്ക് എന്താണ്, അത് ഏത് കോഡാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, മനസ്സിലായോ? അതായത് അനധികൃതമായിട്ട് ആരും കൈകാലത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോഡുകൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അങ്ങനെ കോഡ് ഉപയോഗിച്ചില്ലെങ്കിൽ എന്താണ്, പേഷ്യൻസിന്റെ പല ഇൻഫർമേഷൻസും ആർക്ക് വേണമെങ്കിലും ട്രാക്ക് ചെയ്തെടുത്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അത്തരത്തിൽ അതായത് പേഷ്യൻസിന്റെ ഡോക്യുമെന്റ്സ് ഡാറ്റകളുടെ സെക്യൂരിറ്റി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജേഴ്സ് പല രീതിയിലുള്ള കോഡുകൾ കൊളാബറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? മൂന്നാമത്തെ പോയിന്റ്. അങ്ങനെ കോഡുകൾ ഇടുന്നത് വഴി നമുക്ക് എന്താണ്, ഹെൽത്ത് ഇൻഫർമേഷൻ ഒരു പരിധി വരെ നല്ല രീതിയിൽ അത് കൺട്രോൾ ചെയ്യാനായിട്ട്, നിയന്ത്രിക്കാനായിട്ട് സഹായിക്കും. ക്ലിയർ ആണോ? സിമ്പിളായിട്ട് പറഞ്ഞാൽ ആരോഗ്യ വിവരങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കോഡ് പോലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ സ്വീകരിക്കുന്നത് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജറുടെ പ്രധാന ഡ്യൂട്ടിയാണ് കേട്ടോ. ഫോർത്ത് വൺ എന്താണ്, മേക്ക് റെഗുലർ ഓഡിറ്റ്സ് ടു എൻഷുർ ഹെൽത്ത് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റ് ടെക്നിക്സ് ആൻഡ് പ്രോസസ് കംപ്ലൈ വിത്ത് ഗൈഡ്ലൈൻസ് ആസ് വെൽ ആസ് ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് ലോസ്. Make regular audit to ensure the health information department techniques and process comply with the guidelines as well as state and federal laws. അദ്ദേഹത്തിന്റെ മറ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഡ്യൂട്ടിയാണ് ഫോർത്ത് പോയിന്റ് പഠിക്കാനുണ്ട്, ഇമ്പോർട്ടന്റ് ആണത്. എന്തായാലും ഇതിൽ പറയുന്നത് make regular audit to ensure health information department. അപ്പൊ ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ ആണ് ഹെൽത്ത് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന റെഗുലർ ആയിട്ട് ഓഡിറ്റുകൾ സംഘടിപ്പിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റിൽ എന്താ പറയുന്നത്, മേക്ക് റെഗുലർ ഓഡിറ്റ് ടു എൻഷുർ ഹെൽത്ത് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റ്. അതായത് ഹെൽത്ത് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വന്നിരിക്കുന്ന എല്ലാത്തരം പ്രക്രിയ, അതായത് ഓഡിറ്റ് നടക്കുന്ന എപ്പോഴാണ്, അതായത് ഓഡിറ്റ് നടത്തിയാൽ മാത്രമേ നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ പോരായ്മകളൊക്കെ എന്തെങ്കിലും ഒക്കെ കണ്ടെത്താനായിട്ട് സാധിക്കണം. എവിടെയാണ് പിഴവുകൾ സംഭവിച്ചിരിക്കുന്നത് കണ്ടെത്താനായിട്ട് നമുക്ക് നിർബന്ധമായിട്ടും ഓഡിറ്റുകൾ നടത്തിയേ മതി. അപ്പം ആ ഡിപ്പാർട്ട്മെന്റ് വൈസ് എന്താണ്, പ്രത്യേകിച്ച് ഓഡിറ്റ് നടത്തുന്നത് എങ്ങനെയാണ്, നമുക്ക് ഓൾറെഡി സ്റ്റേറ്റ് ഫെഡറൽ ലോസ് പറയുന്ന കുറെ കാര്യങ്ങൾ അംഗീകരിക്കേണ്ടതുണ്ട്. അപ്പൊ സ്റ്റേറ്റ് ഫെഡറൽ ലോസിന്റെ ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പ്രകാരം തന്നെയാണോ ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്ന ടെക്നിക്സുകളും പ്രോസസ് ഒക്കെ നടക്കുന്നത്, ഈ ഗൈഡ് ലൈൻസ് പ്രകാരം തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെഗുലർ ആയിട്ട് ഓഡിറ്റുകൾ സംഘടിപ്പിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ഹെൽത്ത് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങള് സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ ലോസിന്റെ ആ നിയമാനുസൃതമായിട്ട് തന്നെയാണോ, അവർ പറഞ്ഞിരിക്കുന്ന ഗൈഡ് ലൈൻസ് അനുസരിച്ച് തന്നെയാണോ പ്രവർത്തിക്കുന്നത് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ റെഗുലർ ആയിട്ട് ഓഡിറ്റുകൾ സംഘടിപ്പിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇതിന് പറയണോ? അതായത് നമുക്ക് സ്റ്റേറ്റും ഫെഡറലും, അതായത് ഫെഡറൽ ആൻഡ് സ്റ്റേറ്റിന്റെ ഒരുപാട് നിയമാവലികൾ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു ഹെൽത്ത് ഇൻഫർമേഷൻ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. നമ്മൾ ഓൾറെഡി ഒരു നിയമം പഠിച്ചു ഓർക്കുന്നുണ്ടോ, HIPAA എന്ന് പറഞ്ഞൊരു നിയമം പഠിച്ചു ഓർക്കുന്നുണ്ടോ നമ്മള്? എന്തിനു വേണ്ടിയിട്ടാണ് HIPAA നിലകൊള്ളുന്നത്? മെഡിക്കൽ രേഖകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. മെഡിക്കൽ രേഖകൾ എപ്പോഴും സുരക്ഷിതമായിട്ട് HIPAയുടെ അണ്ടറിലാണ് വരുന്നത്. ഓർക്കുന്നുണ്ടോ പഠിച്ചത്? ഹെൽത്ത് ഇൻഷുറൻസ് ആൻഡ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട്. RIS അല്ല, HIPAA. എന്താണ് HIPAA എന്ന് പറഞ്ഞത്? പഠിച്ചത് ഓർമ്മയില്ലേ? മറന്നുപോയോ? എന്താണത്? ഹെൽത്ത് ഇൻഷുറൻസ് ആൻഡ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട് പഠിച്ചു ഓർമ്മയുണ്ടോ? അതെന്തിനു വേണ്ടിയാണ് നമ്മൾ പഠിച്ചത്? ഡാറ്റകളുടെ സ്വകാര്യത അല്ലെ, ഹോസ്പിറ്റൽ ഡാറ്റാസ് സെക്യൂർ ആയിട്ട് വെക്കുന്നത് ഈ നിയമത്തിന്റെ അണ്ടറിലാണ്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ HIPAയുടെ നിയമാവലികൾ എല്ലാം തന്നെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പാലിക്കുന്നുണ്ടോ എന്നും കൂടി കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓഡിറ്റുകൾ സംഘടിപ്പിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? യെസ്. Then cooperate with the compliance officer. Fifth one നോക്കൂ, cooperate with the
complaints officers that regularly track, audit, and denials from third-party auditors and insurance companies and find trends in the data. Okay. Cooperate with the compliance officers that regularly track, audit, and denials from third-party auditors and insurance companies and find trend in data. ഒന്ന് വായിച്ചു നോക്കിയ പോയിന്റ്, അഞ്ചാമത്തെ പോയിന്റ് ഒന്ന് വായിച്ചു നോക്കി. പോയിന്റ് ശ്രദ്ധിക്കണേ. അതായത് HM, അതായത് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ, HM എന്ന് ഷോർട്ടായിട്ട് പറയുന്നുണ്ടാവും. HMന്റെ പ്രധാന ഡ്യൂട്ടിയിൽ വരുന്ന ഒന്നാണിത്. അതായത് എന്താണ്, അദ്ദേഹം തേർഡ് പാർട്ടി ഓഡിറ്റർമാരിൽ നിന്നും അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നുള്ള ഓഡിറ്റുകളും ക്ലെയിം നിഷേധങ്ങളും കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യും. ഓക്കെ, ട്രാക്ക് ചെയ്യും, വിശകലനം നടത്തുകയും ചെയ്യുന്നത് ആരാണ്? HMന്റെ പ്രധാന ഡ്യൂട്ടീസിൽ വരുന്ന ഒന്നാണ്. ഓക്കെ, അതായത് ഇൻഷുറൻസ് കമ്പനികളും മറ്റ് തേർഡ് പാർട്ടി ഓഡിറ്റേഴ്സും തമ്മിലുള്ള ആ ഓഡിറ്റുകളും അല്ലെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജറുടെ പ്രധാന ഡ്യൂട്ടിയാണ്. അതോടൊപ്പം തന്നെ എന്താണ്, cooperate with compliance officers that regularly track, audit, and denials from third-party auditors. എന്ന് പറയുന്നത് എന്താണ്? അതായത് ഇവിടെ നമ്മൾ ഈ കംപ്ലൈൻസ് ഓഫീസേഴ്സ് എന്ന് പറയുന്നത് പരാതികൾക്ക് പരിഹാരം കൊടുക്കുന്ന നമുക്കൊരു അതോറിറ്റി ഉണ്ട്. അതായത് എന്തെങ്കിലും തരത്തിലുള്ള കോംപ്ലിക്കേഷൻസോ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ എന്താണ്, പ്രത്യേകിച്ച് ഹെൽത്ത് ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഡാറ്റാസിൽ ഒരു സെക്യൂരിറ്റി ഇല്ലാണ്ടാവുന്ന സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ ഓൾറെഡി എന്താണ്, അതൊക്കെ കൃത്യമായിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യുന്നത് നമ്മൾ ഈ പരാതികൾ കേട്ടോ. വായിച്ചോ കൊട്ടെ പോരാ. നോക്കുക. അപ്പൊ HMന്റെ പ്രധാന ഡ്യൂട്ടീസ് എന്താണ്, റെഗുലർ ആയിട്ട് ഓഡിറ്റ്സുകളും, അതായത് ചില ഇൻഷുറൻസ് കമ്പനികൾ എന്ത് ചെയ്യാറുണ്ട്, ക്ലെയിമുകൾ നിഷേധിക്കാറുണ്ട് അല്ലെ. അത് ഏതൊക്കെ കമ്പനികളാണ് നിരന്തരമായിട്ട് ഈ ഇൻഷുറൻസുകൾ നിരോധിക്കുന്നത് കൃത്യമായിട്ട് ഏത് കമ്പനികളാണെന്ന് നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ കംപ്ലൈൻസ് ഓഫീസേഴ്സുമായിട്ട് എന്താണ്, സഹകരിച്ച് പ്രവർത്തിക്കുന്നതും HMന്റെ പ്രധാന ഡ്യൂട്ടിയാണ്. അപ്പൊ കംപ്ലൈൻസ് ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതെങ്കിലും ഡാറ്റാസിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കംപ്ലൈൻസ് ഓഫീസേഴ്സുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നത്. ഓക്കെ, മാത്രമല്ല ഏത് ഇൻഷുറൻസ് കമ്പനിയാണ് നിരന്തരമായിട്ട് ക്ലെയിമുകൾ നിരസിക്കുന്നത്, അതായത് ഡിനൈൽ നിരസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിനൈൽ ഫ്രം തേർഡ് പാർട്ടി ഓഡീറ്റേഴ്സ്. തേർഡ് പാർട്ടി ഓഡീറ്റേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണ്, നമ്മുടെ ഇൻഷുറൻസ് കമ്പനീസിനെ തന്നെയാണ് കേട്ടോ. അപ്പൊ ചില ഹോസ്പിറ്റലിലേക്ക് നമ്മൾ കണ്ടിട്ടുണ്ടാവും, മിക്കവാറും ചില ആൾക്കാർക്ക് ക്ലൈംസ് കിട്ടാറില്ല. അതായത് ചില കമ്പനീസ് എന്താണ്, എന്തെങ്കിലും ഇഷ്യൂസ് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ എന്താണ് ക്ലൈം നിഷേധിക്കാറുണ്ട്. അപ്പൊ നിരന്തരമായിട്ട് ഒരു ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യാറുണ്ട്, ക്ലൈമുകൾ ഇങ്ങനെ നിരസിക്കാൻ, അതായത് ക്ലൈം കിട്ടാത്തൊരവസ്ഥ ആ പേഷ്യന്റിനെ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഏത് കമ്പനിയാണ് ഇതേപോലെ നിരന്തരമായിട്ട് ക്ലൈം നിഷേധിക്കുന്നത് എന്ന് ട്രാക്ക് ചെയ്യാനായിട്ട് ആരാണ് ട്രാക്ക് ചെയ്യുന്നത്, HM ആണ് അതൊക്കെ ട്രാക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും, ഓൾറെഡി സിസ്റ്റത്തിൽ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഏത് കമ്പനിയാണ് പേഷ്യൻസിന് ക്ലെയിം നിരന്തരമായിട്ട് കൊടുക്കാത്തത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും.
ഓക്കെ. അതോടൊപ്പം തന്നെ എന്താണ് ഇനിയിപ്പോ ഇൻഷുറൻസ് കമ്പനിക്കെതിരെ നമുക്ക് എന്തെങ്കിലും അപ്പീലുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കേസസിനൊക്കെ പോകണമെങ്കിൽ നമ്മൾ ഓൾറെഡി ഈ കംപ്ലൈൻസ് ഓഫീസറുമായിട്ടാണ് ഇദ്ദേഹം സഹകരിച്ച് പ്രവർത്തിക്കുന്നത്. അതായത് HIM-ഉം കംപ്ലൈൻസ് ഓഫീസേഴ്സ് എന്ത് ചെയ്യുന്നു, ഒരുമിച്ച് സഹകരിച്ച് പ്രവർത്തിച്ചിട്ടാണ് ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യുന്നത്. അതായത് ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനിയുടെ എന്തെങ്കിലും തരത്തിൽ ഇടപെടലൊക്കെ കണ്ടെത്തുന്നത് ആരാണ്? ഇവർ രണ്ടും കൂടി, അതായത് HIM-ഉം കംപ്ലൈൻസ് ഓഫീസറും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഏതൊക്കെ ക്രമക്കേടുകളാണ് ഇൻഷുറൻസ് മേഖലയിലേക്ക് വരുന്നതെന്നൊക്കെ കണ്ടെത്താനും അത് ട്രാക്ക് ചെയ്യാനായിട്ടൊക്കെ സഹായിക്കുന്നത്. അപ്പോ പ്രത്യേകിച്ച് ഈ ഇൻഷുറൻസ് കമ്പനിക്കെതിരെ നമുക്ക് വേണമെങ്കിൽ എന്താണ് കേസ് അപ്പീലിന് പോകാനായിട്ടും സാധിക്കും. അപ്പൊ അതിനെല്ലാത്തരം ഹെൽപ്പുകളും ചെയ്യുന്നതും ആരാണ്? കംപ്ലൈൻസ് ഓഫീസേഴ്സ് ആണ്. കംപ്ലൈൻസ് ഓഫീസർ എന്ന് ഉദ്ദേശിക്കുന്ന ആരാണ്? നമുക്ക് എന്തെങ്കിലും തരത്തിൽ ഡാറ്റ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കോംപ്ലിക്കേഷൻസോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അതോറിറ്റി ആയിട്ട് നിലകൊള്ളുന്നതാണ് ആര്? കംപ്ലൈൻസ് ഓഫീസേഴ്സ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഹെൽത്ത് ഇൻഫോർമേഷൻസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഡിഫിക്കൽട്ടീസ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനീസുമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ടും HIM ആരെയാണ് ആശ്രയിക്കുന്നത്? കംപ്ലൈൻസ് ഓഫീസേഴ്സ് ആണ്. അപ്പൊ ഇവർ രണ്ടും കൂടെ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടാണ് ഏത് കമ്പനിയാണ് ഇതേപോലെ ക്ലെയിമുകൾ നിരസിക്കുന്നത് എന്ന് കണ്ടെത്താനായിട്ടും അത് ട്രാക്ക് ചെയ്യാനായിട്ടും അവരെ സഹായിക്കുന്നത് കേട്ടോ. അതോടൊപ്പം തന്നെ എന്താണ് പുതിയ രീതിയിലുള്ള ട്രെൻഡ്സുകൾ, ഡാറ്റയിൽ പുതിയ രീതിയിലുള്ള ട്രെൻഡ്സുകൾ കണ്ടെത്തുന്നതും HIM ആണ് കേട്ടോ. അതായത് ഇപ്പൊ ഡാറ്റയിൽ പുതിയ പുത്തൻ പ്രവണതകളൊക്കെ കണ്ടെത്തുന്നതും ആരാണ്? HIM-ന്റെ പ്രധാന ഡ്യൂട്ടിയാണ് കേട്ടോ. മനസ്സിലായോ? 5th പോയിന്റ് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആണോ? അത് നമ്മൾ അങ്ങനെ പറഞ്ഞേട്ടോ. ക്ലിയർ ആണോ? ഇങ്ങോട്ട് പറയണോ? പിള്ളേരെ ഒന്നുകൂടി പറയണോ? ഇത്രേ ഉള്ളൂ. അതായത് മൂന്നാം കക്ഷി ഓഡിറ്റർമാരിൽ നിന്നും കമ്പനികളിൽ നിന്നുള്ള ഓഡിറ്റുകൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുന്നു. ആരാണ്? HIM ആണ് ഇതൊക്കെ ട്രാക്ക് ചെയ്യുന്നത് അല്ലെ. അതായത് ആരൊക്കെ ഏതൊക്കെ കമ്പനികളാണ് ക്ലെയിംസ് നിഷേധിക്കുന്നതെന്ന് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യും. അതോടൊപ്പം തന്നെ എന്താണ് കംപ്ലൈൻസ് ഓഫീസേഴ്സുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നതും ആരാണ്? HIM ആണ് കേട്ടോ. അതായത് കംപ്ലൈൻസ് ഓഫീസറുടെ കൂടെ നമ്മൾ കംപ്ലൈൻസ് മീൻസ് പരാതി അല്ല അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പരാതികൾ എന്നല്ല, കംപ്ലൈൻസ് ഓഫീസേഴ്സ് നമ്മൾ ഇതേപോലെ ഡാറ്റാസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതോറിറ്റിയാണ്. അപ്പൊ അവിടെ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഓൾറെഡി ഡാറ്റാസുകളൊക്കെ ട്രാക്ക് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹമായിട്ട് ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നത് ആരാണ്? HIM ആണ്. അങ്ങനെ കോപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ഇൻഷുറൻസ് കമ്പനികളിലുള്ള ഈ ഡിലൈസ് അല്ലെങ്കിൽ നിരസിക്കലൊക്കെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് HIM-ന് അതിന് ഹെൽപ്ഫുൾ ആകുള്ളൂ കേട്ടോ. അപ്പൊ അതും അദ്ദേഹത്തിന്റെ പ്രധാന ഡ്യൂട്ടീസ് ആണ്. ഇത്രയേ ഉള്ളൂ. എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെ ഡിനൈൽസുകൾ കൃത്യമായിട്ട് പരിശോധിക്കുക. അതോടൊപ്പം തന്നെ എന്താണ് കംപ്ലൈൻസ് ഓഫീസറുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുക, ഡാറ്റയുടെ പുതിയ ട്രെൻഡ്സുകൾ കണ്ടെത്തുക എന്നുള്ളതുമാണ് HIM-ന്റെ മറ്റൊരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, then last one, organize and analyze health information for better utilization process, improvement preparing reports and research purpose. ഇനി അദ്ദേഹത്തിന് മറ്റു ഡ്യൂട്ടിയാണ് ലാസ്റ്റ് വണ്ണിൽ എന്താ പറയുന്നത്? ഓർഗനൈസ് ആൻഡ് അനലൈസ് ഹെൽത്ത് ഇൻഫർമേഷൻ ഫോർ ബെറ്റർ യൂട്ടിലൈസേഷൻ, പ്രോസസ് ഇംപ്രൂവ്മെന്റ്, പ്രിപ്പയർ റിപ്പോർട്ട്സ് ആൻഡ് റിസർച്ച് പർപ്പസ്. ലാസ്റ്റ് പോയിന്റിൽ എന്താ പറയുന്നത്? ഹെൽത്ത് ഇൻഫർമേഷൻസ് അല്ലെ ബെറ്റർ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് അദ്ദേഹം അത് ഓർഗനൈസ് ചെയ്തിരിക്കണം, അനലൈസ് ചെയ്തിരിക്കണം. അതായത് ഹെൽത്ത് ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ട്സുകൾ അല്ലെങ്കിൽ അദ്ദേഹം പ്രധാനമായിട്ട് എന്താണ് ഹെൽത്ത് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വർക്ക്സുകളും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ജോബാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് അല്ലെ. അതിന്റെ റിപ്പോർട്ട്സുകൾ പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ പ്രോസസ്സുകൾ ഇംപ്രൂവ് ചെയ്യുന്നതും റിസർച്ച് പർപ്പസിനെ പോലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ പ്രധാന ഡ്യൂട്ടീസ് ആണ്. ഇതെല്ലാം അനലൈസ് ചെയ്യുന്നതും ഓർഗനൈസ് ചെയ്യുന്നതും HIM ആണ്. ഇനി ഇത്തരം ജോബ്സുകൾ കൂടാതെ തന്നെ ദീസ് ആർ സം ജോബ്സ് ക്യാരിഡ് ഔട്ട് ബൈ ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ. ഇപ്പൊ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ 5 പോയിന്റ്സും അദ്ദേഹം ചെയ്യുന്ന പ്രധാന ഡ്യൂട്ടീസിലാണ്.
ഇനി അത് കൂടാതെ തന്നെ അദ്ദേഹത്തിന് സബ് ഫീൽഡുകളുണ്ട്. അദ്ദേഹത്തിന്റെ മെയിൻ ഫീൽഡ് അല്ലാതെ സബ് ഫീൽഡിലും അദ്ദേഹത്തിന് കുറച്ച് ജോലികളുണ്ട്. അതായത് കുറച്ച് ഡ്യൂട്ടീസ് അഡീഷണൽ ആയിട്ട് കുറച്ചുകൂടി സ്പെഷ്യലൈസ്ഡ് ഡ്യൂട്ടീസ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. Relying on the specific subfield we end up in, we may have more, they may have more specialized duties. അതായത് നമ്മൾ ഈ പറഞ്ഞ 5 ഡ്യൂട്ടീസ് മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രധാന ഡ്യൂട്ടീസ് വരുന്നത്. അതായത് സിറ്റുവേഷൻ ബേസ്ഡ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് അതർ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡ്യൂട്ടീസ് കൂടി അദ്ദേഹത്തിന് വരുന്നത്. അപ്പൊ അത് ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ഒന്ന് ഫസ്റ്റ് അദ്ദേഹം നമ്മൾ പറഞ്ഞ എന്താണ്, ഓർഗനൈസ് ചെയ്യുന്നു എന്നുള്ള ഡാറ്റാസ് എല്ലാം ഓർഗനൈസ് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പ്രധാനമായിട്ട് അദ്ദേഹം ചെയ്യുന്ന ഒരു ഡ്യൂട്ടിയാണ് എന്ത്, പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി അല്ലെ. പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് എന്തിന്റെയാണ്, എല്ലാ ഹെൽത്ത് ഇൻഫോർമേഷൻസിനും അല്ലെങ്കിൽ എല്ലാ ഹെൽത്ത് ഡീറ്റെയിൽസിനും ഹെൽത്ത് ഡാറ്റാസിന്റെയും പ്രൈവസിയും സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന അദ്ദേഹത്തിന്റെ പ്രധാന ഡ്യൂട്ടീസിൽ ഒന്നാണ്. ഓക്കെ, സെക്കൻഡ് പറഞ്ഞ എന്താണ്, മെഡിക്കൽ കോഡിംഗ് അല്ലെ. ഏറ്റവും നല്ല രീതിയിൽ ഡാറ്റാസ് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത് എന്താണ്, മെഡിക്കൽ കോഡിങ്സ് ആണ് അല്ലെ. അതായത് ഡാറ്റയിലെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് കോഡ് സംവിധാനങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്നത് എന്താണ്, അദ്ദേഹത്തിന്റെ മറ്റു ഡ്യൂട്ടീസിൽ വരുന്നതാണ്. അതേപോലെ തന്നെ എന്താണ്, ഓഡിറ്റിംഗ് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഓഡിറ്റിംഗ് കൃത്യമായിട്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, പ്രത്യേകിച്ച് സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ ലോസ് പറഞ്ഞിരിക്കുന്ന ഗൈഡ് ലൈൻസ് എല്ലാം തന്നെ ഹെൽത്ത് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റ് പാലിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് അദ്ദേഹം റെഗുലർ ആയിട്ട് ഓഡിറ്റുകൾ സംഘടിപ്പിക്കുന്നത്. അത് മാത്രമല്ല മറ്റൊരു പോയിന്റ് ഇവിടെ അഡീഷണൽ ആയിട്ട് പറയുമ്പോൾ നമ്മുടെ സ്റ്റാഫുകൾക്ക് വേണ്ട ട്രെയിനിങ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് ഹെൽത്ത് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന സ്റ്റാഫുകൾക്ക് അല്ലെങ്കിൽ ന്യൂ ഫ്രഷേഴ്സിന് എന്താണ്, അതുമായി ബന്ധപ്പെട്ട എങ്ങനെയാണ് ഹെൽത്ത് ഇൻഫർമേഷന്റെ പ്രോസസ്സുകൾ, എങ്ങനെയാണ് അതിന്റെ ആക്ടിവിറ്റീസുകൾ വരുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ ട്രെയിനിങ്സുകളൊക്കെ അദ്ദേഹം പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ മെയിൻ ഡ്യൂട്ടീസ് വരുന്നത്. അതായത് നമ്മുടെ 5 പോയിന്റ് ഉൾപ്പെടെ വരുന്ന മെയിൻ ഡ്യൂട്ടീസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇവിടെ ലാസ്റ്റ് പോയിന്റിൽ പറഞ്ഞല്ലോ അദ്ദേഹത്തിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡ്യൂട്ടീസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതെന്തൊക്കെയായിരിക്കും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്, എന്തൊക്കെയായിരിക്കും, അനാലിസിസ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. വേണമെങ്കിൽ നോട്ട് ചെയ്തോളൂ കേട്ടോ. സ്പെഷ്യലൈസ്ഡ് ഡ്യൂട്ടീസ് ഏതൊക്കെയാണ് ചെയ്യുന്നത്, അനാലിസിസ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്, അതായത് മെഡിക്കൽ റെക്കോർഡ്സുകൾ കൃത്യമായിട്ട് വിശകലനം ചെയ്യുന്നു. അനാലിസിസ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്, അനാലിസിസ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. HIMന്റെ അകത്ത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡ്യൂട്ടി എന്താണെന്നാണ് പറയുന്നത്, അത് നോട്ട് ചെയ്യാം. ഓക്കെ, സെക്കൻഡ് വൺ എന്താണ്, പേഷ്യന്റ് ഇൻഫോർമേഷൻ കോർഡിനേറ്റർ ആയി പ്രവർത്തിക്കുന്നു. പേഷ്യന്റ് ഇൻഫോർമേഷൻ കോർഡിനേറ്റർ എന്ന് മാത്രം എഴുതാം, പേഷ്യന്റ് ഇൻഫോർമേഷൻ കോർഡിനേറ്റർ. പേഷ്യന്റ് ഇൻഫോർമേഷൻ കോർഡിനേറ്റർ ഓൾറെഡി ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ തന്നെ എന്താണ്, പേഷ്യൻസ് ആവശ്യപ്പെടുന്ന എല്ലാ ഇൻഫോർമേഷൻസും അധികാരപൂർവ്വമായിട്ട് അധികാരത്തോടെ തന്നെ എന്താണ് അറിയിക്കാനായിട്ട്, പേഷ്യൻസ് ആവശ്യപ്പെടുന്ന എന്ത് വിവരങ്ങളും അറിയിക്കാനായിട്ട് അവകാശം ആർക്കുണ്ട്, ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജറിന്. അപ്പം പേഷ്യന്റ് ഇൻഫോർമേഷൻ ഒരു കോർഡിനേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നതും ആരാണ്, ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജർ ആണ്. മനസ്സിലായോ, പേഷ്യന്റ് ഇൻഫോർമേഷൻ കോർഡിനേറ്റർ ആരാണ്, ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജർ. ഇനി ഇദ്ദേഹം ഒരു HIM കൺസൾട്ടന്റ് എന്ന ഒരു ഡ്യൂട്ടി കൂടി കൈകാര്യം ചെയ്യുന്നുണ്ട്. അതായത് ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജർ ആസ് എ കൺസൾട്ടന്റ്. കൺസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കൺസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ്, സ്റ്റാഫുകൾക്ക് വേണ്ട രീതിയിൽ ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അവർക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും അവർക്ക് വേണ്ട എല്ലാ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗും കൊടുക്കുന്നതും ആര് തന്നെയാണ്, ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജറാണ്. അതായത് ഇപ്പൊ ന്യൂ ഫ്രഷേഴ്സ് ആയിട്ടുള്ള സ്റ്റാഫുകൾ വന്നിരിക്കാം. അപ്പൊ അവർക്ക് ഹെൽത്ത് ഇൻഫോർമേഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവയർനെസ്, അവിടുത്തെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്, എന്തൊക്കെ റൂൾസ് റെഗുലേഷൻസ്, എന്തൊക്കെ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്, എങ്ങനെയൊക്കെയാണ് ആ പ്രോസസ്സുകൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ മെഡിക്കൽ കോഡിംഗ് ഉൾപ്പെടെ ഇതൊക്കെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു കൃത്യമായ അവയർനെസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് നമ്മൾ HIM കൺസൾട്ടന്റ് എന്ന രീതിയിലുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ഡ്യൂട്ടി അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, കൺസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ നമ്മളെ കൺസൾട്ട് ചെയ്യുന്ന വ്യക്തിയാണ് അല്ലെ. അതായത് ഏത് മേഖലയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്ന ആ മേഖല കുറച്ചുകൂടി ഫ്ലറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വ്യക്തികളെയാണ് നമ്മൾ എന്ന് പറയുന്നത് കൺസൾട്ടന്റ് എന്ന് പറയുന്നത് അല്ലെ. ഇവിടെ ആർക്കാണ് കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്, ന്യൂ സ്റ്റാഫുകൾക്ക്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ സ്പെഷ്യലൈസ്ഡ് ഡ്യൂട്ടീസിൽ വരുന്ന മറ്റൊന്നാണ് എന്ത്, HIM കൺസൾട്ടന്റ് എന്നൊരു ഡ്യൂട്ടി കേട്ടോ. നമ്മൾ ഏതൊക്കെ പറഞ്ഞു, ഒന്ന് മെഡിക്കൽ റെക്കോർഡ് അനാലിസിസ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് പറഞ്ഞു, പേഷ്യന്റ് ഇൻഫോർമേഷൻ കോർഡിനേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ, അതേപോലെ തന്നെ എന്താണ്
ആസ് എ കൺസൾട്ടന്റ് അല്ലെങ്കിൽ HAM കൺസൾട്ടന്റ് ആയിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, 3 പോയിന്റ്സ് എഴുതിയോ? എഴുതി. ഇനി അദ്ദേഹത്തിന്റെ സ്പെഷ്യലൈസ്ഡ് ഡ്യൂട്ടിയിൽ വരുന്ന മറ്റൊന്നാണ് എന്താ? ക്യാൻസർ ഡിസീസസ് രജിസ്ട്രേഷൻ. ക്യാൻസർ ഡിസീസസ് രജിസ്ട്രേഷൻ. Cancer diseases registration. Cancer registration. Sorry, diseases registration. അതായത് ഇത് നമ്മൾ ചില പ്രത്യേക രോഗവിഭാഗങ്ങളുണ്ട് അല്ലെ, ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് എന്താ? ക്യാൻസർ പോലുള്ള ഡിസീസസ് അല്ലെ. അപ്പൊ ഇത്തരം, അതായത് നമ്മളിത് ശരിക്കും വേർതിരിച്ചിട്ടാണ് ഈ ഇൻഫോർമേഷൻസ് അദ്ദേഹം കൈകാര്യം ചെയ്തത്. അതായത് എന്താണ്? പ്രത്യേക രോഗി വിഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡാറ്റ പരിപാലനം അല്ലെങ്കിൽ ഡാറ്റകൾ സേവ് ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. പ്രത്യേകിച്ച് ക്യാൻസർ പോലുള്ള രോഗാവസ്ഥ അനുഭവിക്കുന്ന രോഗികൾ ഏതൊക്കെയാണ്, അവരുടെ മാത്രമുള്ള ഒരു കാറ്റഗറി ഓഫ് ഡാറ്റാസ് സൂക്ഷിക്കുന്നതും ആരാണ്? HAMന്റെ പ്രധാന സ്പെഷ്യലൈസ്ഡ് ഡ്യൂട്ടീസിൽ വരുന്നതാണ് കേട്ടോ. ഇതാണ് പറഞ്ഞത്, ക്യാൻസർ ഡിസീസസ് രജിസ്ട്രേഷൻ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? HAM ആണ് കേട്ടോ. ഒരു ക്യാൻസർ മാത്രമല്ല, ഇപ്പൊ ഏതെങ്കിലും പ്രത്യേക രോഗവിഭാഗങ്ങൾ ഉണ്ടെങ്കിൽ, ക്യാൻസർ എന്നൊരു എക്സാമ്പിൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, അല്ലാതെ എന്തെങ്കിലും ഇതേപോലെ കഠിനമായിട്ടുള്ള അസുഖങ്ങൾ നേരിടുന്ന കാറ്റഗറീസ് ഉണ്ടെങ്കിൽ അവരുടെ ഡാറ്റാസും സൂക്ഷിക്കുന്നത് ആരാണ്? HAM ആണ് കേട്ടോ. ഇനി മെഡിക്കൽ ക്ലെയിം സ്പെഷ്യലിസ്റ്റ് ആയി പ്രവർത്തിക്കുന്നു. മെഡിക്കൽ ക്ലെയിം സ്പെഷ്യലിസ്റ്റ് എഴുതിക്കോളൂ. മെഡിക്കൽ ക്ലെയിം സ്പെഷ്യലിസ്റ്റ്. മെഡിക്കൽ ക്ലെയിം സ്പെഷ്യലിസ്റ്റ്. ക്ലെയിം റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ പ്രൊസീജിയേഴ്സും കൈകാര്യം ചെയ്യുന്നത് ഇദ്ദേഹമാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ആ ഒരു പോയിന്റിൽ പറഞ്ഞത്, ഏതൊക്കെ കമ്പനികളാണ് കൃത്യമായിട്ട് ഈ ക്ലെയിമുകൾ നിരസിക്കുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ആർക്കാണ്? HAMനാണ്. ഓക്കെ, കമ്പനികൾ, മെഡിക്കൽ എന്താ പറയാ, ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേഷൻ ചെയ്ത് നിരന്തരം പ്രവർത്തിക്കുന്നത് HAM ആണ് കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാൻ പറ്റും നിരന്തരമായിട്ട് ക്ലെയിം നിഷേധിക്കുന്ന കമ്പനികൾ ഏതൊക്കെയാണ്. അപ്പൊ ആ കമ്പനിക്കെതിരെ നമുക്ക് അപ്പീൽ പോകാനായിട്ടും സാധിക്കും. അതൊക്കെ ചെയ്യുന്നതും HAMന്റെ പ്രധാന സ്പെഷ്യലൈസ്ഡ് ഡ്യൂട്ടീസ് വരുന്നതാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്? സ്പെഷ്യലൈസ്ഡ് ഡ്യൂട്ടീസ് ഓഫ് HAM ആണ്. ഏതൊക്കെയാണ് പറഞ്ഞത്? ഒന്ന്, മെഡിക്കൽ റെക്കോർഡ് അനാലിസിസ് ആയിട്ട്, അനാലിസിസ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. പേഷ്യന്റ് ഇൻഫർമേഷൻ കോർഡിനേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നു. ഒരു കൺസൾട്ടന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു. ക്യാൻസർ ഡിസീസ് രജിസ്ട്രേഷൻസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അതേപോലെ തന്നെ എന്താണ്? മെഡിക്കൽ ക്ലെയിം സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ മെയിൻ ഫീൽഡിൽ നിന്ന് മാറി സ്പെഷ്യലായിട്ട് ചെയ്യുന്ന അഡീഷണൽ ഡ്യൂട്ടീസ് ആണ് നമ്മളിപ്പോ പഠിച്ചത് കേട്ടോ. മനസ്സിലായോ സ്പെഷ്യലൈസ്ഡ് ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന്? ഇവിടെ വി ഹാവ് എന്നല്ലട്ടാ, ആ ലാസ്റ്റ് സ്പെല്ലിംഗിലെ ദേ മേ ഹാവ് കേട്ടോ. ദേ മേ ഹാവ്, വി അല്ല, ദേ, THEY. അങ്ങനെ തന്നെയാണോ ടെക്സ്റ്റില്? കറക്റ്റ് ചെയ്യുന്നത് ഇവിടെ. ദേ മേ ഹാവ് മോർ സ്പെഷ്യലൈസ്ഡ് ഡ്യൂട്ടീസ്. ദേ, THEY നാക്കാം കേട്ടോ. വി എന്ന് വെട്ടിയിട്ട് ദേ നാക്കാം. പറഞ്ഞില്ലേ പോയിന്റ് ചെറുതാണെങ്കിലും കണ്ടൻസ് വലുതാണെന്ന്. അപ്പൊ ഒന്നുകൂടി നോക്കാം, HAMന്റെ ഒന്നുകൂടി നോക്കാം. ആരാണ് HAM എന്ന് പറയുന്നത്? ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ ആണ് അല്ലെ. പേഷ്യൻസിന്റെ ഹെൽത്ത് ഇൻഫർമേഷൻ ഡാറ്റാസുകൾ പ്രൊട്ടക്ട് ചെയ്യുന്ന ഡ്യൂട്ടീസ് ആണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. അതിൽ വരുന്ന എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? അതിൽ സിംറ്റംസ്, ഡയഗ്നോസിസ്, മെഡിക്കൽ ഹിസ്റ്ററി, ടെസ്റ്റ് റിസൾട്ട് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഇതിന്റെ എല്ലാത്തരം ഡീറ്റെയിൽസും കൈകാര്യം ചെയ്യുന്നത് HAM ആണ്. പിന്നെന്താണ്? ഓടിച്ചു പറയാം. അദ്ദേഹത്തിന്റെ എക്സാക്ട് ജോബ് ഡിസ്ക്രിപ്ഷൻസിനേക്കാൾ കൂടുതൽ എന്താണ് ഡെയിലി ടാസ്കുകൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഡെയിലി ടാസ്കിൽ വരുന്ന പോയിന്റ്സ് ആണ് ഈ 6. എന്തൊക്കെയാണ് മെയിൻ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്? ഒന്ന്, എല്ലാത്തരം മെഡിക്കൽ റെക്കോർഡ്സിന്റെ ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് പ്രോസസ് ടു എൻഷുർ ദ കംപ്ലീറ്റ് ആൻഡ് ആക്യുറേറ്റ് ഡോക്യുമെന്റേഷൻ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. അതായത് മെഡിക്കൽ റെക്കോർഡ്സുകളുടെ പൂർണ്ണത അല്ലെ, അതായത് ആക്യുറേറ്റ് ആയിട്ടുള്ള റെക്കോർഡ്സുകൾ തയ്യാറാക്കുന്നത് ആരാണ്? ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ ആണ്. അതായത് പേഷ്യൻസിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങുന്ന റെക്കോർഡ്സുകളൊക്കെ എപ്പോഴും എങ്ങനെയായിരിക്കണം? ഏറ്റവും അതായത് ആ മെഡിക്കൽ റെക്കോർഡ്സിൽ ഏറ്റവും എന്താണ്? കംപ്ലീറ്റ് ആയിരിക്കും, അതായത് ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും അതിൽ രേഖപ്പെടുത്തുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് സ്ഥാപിച്ചിരിക്കുന്നത്? ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റംസ് സ്ഥാപിച്ചിരിക്കുന്നത്. അതായത് പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ്സുകളുടെ പൂർണ്ണത നിലനിർത്തുന്നതിന്, അതായത് അത് കംപ്ലീറ്റ് ചെയ്യുന്നതും. ഓക്കെ,
അതിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എപ്പോഴും എങ്ങനെയായിരിക്കണം, ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള കറക്റ്റ് ഇൻഫർമേഷൻസ് ആയിരിക്കുള്ളൂ നമുക്ക് സേവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ ആണ്. ഓക്കെ, അതേപോലെ തന്നെ അദ്ദേഹം വേരിയസ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളുടെ കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ആരുടെ കൂടിയാണ്? നഴ്സ് ആൻഡ് ഡോക്ടേഴ്സ് അല്ലെ. അതായത് പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസും പേഷ്യന്റ് ഇൻഫർമേഷൻസിന്റെ ആ ഒരു ക്വാളിറ്റിയും ആക്യുറസിയും നിലനിർത്തുന്നതിന് വേണ്ടി കൂടിയിട്ടാണ് അദ്ദേഹം ആരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യുന്നത്? മെഡിക്കൽ പ്രൊഫഷണൽസിന്റെ കൂടെ അദ്ദേഹം ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്. ഓക്കെ, യെസ്. അങ്ങനെ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഏതൊക്കെ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയൊക്കെയാണെന്ന് വ്യക്തമായിട്ട് അദ്ദേഹത്തിന് അറിയാൻ സാധിക്കും അല്ലെ. നമ്മൾ ഓൾറെഡി സിസ്റ്റത്തിൽ സേവ് ചെയ്തിരിക്കുന്നത് വെറുതെ വായിച്ചു നോക്കുന്നത് പോലെയല്ല. ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തറിയാൻ പറ്റും? ആ പേഷ്യൻസിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്, ഏതൊക്കെ കണ്ടീഷൻസിലൂടെയാണ്, ഏതൊക്കെ സിവിയർ എഫക്റ്റിൽ കൂടിയാണ് ആ പേഷ്യൻസ് കടന്നു പോകുന്നതൊക്കെ നമുക്ക് മോർ ഇൻഫർമേഷൻസ് കിട്ടും അല്ലെ. അതായത് നമ്മളുടെ ഓൾറെഡി റെക്കോർഡിക്കലി ഉള്ളതിൽ കൂടുതൽ നഴ്സും ഡോക്ടേഴ്സും പറയുന്ന ഇൻഫർമേഷൻസ് അനുസരിച്ച് അദ്ദേഹത്തിന് കൃത്യമായിട്ട് ആ പേഷ്യൻസിന്റെ കണ്ടീഷൻ എന്താണെന്നും ഏതൊക്കെ രീതിയിലാണ് ആ ഒരു പേഷ്യന്റ് നിലകൊള്ളുന്നതെന്നൊക്കെ അദ്ദേഹത്തിന് അറിയാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇവരുടെ കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്. ടാറ്റാസിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് എന്താണ്? കോഡിംഗ് സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ബഗ് ഫ്രീ സിസ്റ്റം, അതായത് മറ്റൊരു അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്കും എന്താണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഹാക്ക് ചെയ്യാനൊന്നും പാടില്ലാത്ത രീതിയിൽ ഹെൽത്ത് ഇൻഫർമേഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഹെൽത്ത് ഇൻഫർമേഷൻസ് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട്, സുരക്ഷാ സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊണ്ടുവന്നിരിക്കുന്നത്? കോഡിംഗ് സംവിധാനങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ അദ്ദേഹമാണ് കോഡുകൾ കൊളാബറേറ്റ് ചെയ്യുന്നതും ഹെൽത്ത് ഇൻഫർമേഷൻസിന്റെ ആ ഡാറ്റാസ് സേവ് ചെയ്യുന്നത്, സെക്യൂർ ആയിട്ടുള്ള മാനുവലിൽ സൂക്ഷിക്കുന്നതും HMന്റെ പ്രധാന ഡ്യൂട്ടിയാണ്. ഇതാണ് മൂന്നാമത്തെ പോയിന്റ്. മനസ്സിലായോ? 3 വരെ ഓക്കെ ആണോ? ബഗ് ഫ്രീ സിസ്റ്റം മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ബഗ് ഫ്രീ സിസ്റ്റം എന്താണെന്ന് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഹെൽത്ത് ഇൻഫർമേഷനിന്റെ സ്വകാര്യം നശിപ്പിക്കാതെ അല്ലെങ്കിൽ അതിൽ നിന്ന് ഇവറിൽ നിന്നുള്ളൊരു സ്വതന്ത്രമായ ഒരു അവസ്ഥയാണ് എന്ത് ബഗ് ഫ്രീ സിസ്റ്റം എന്ന് പറയുന്നത്. ബഗ് ഫ്രീ സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോഡുകൾ രൂപീകരിക്കുന്നത് കേട്ടോ. ഇത് ഹെൽത്ത് ഇൻഫർമേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോഡുകൾ കൊളാബറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് ചെയ്യുന്നത് ആരാണ്? HM ആണ് കേട്ടോ. ദെൻ ഫോർത്ത് വൺ എന്താണ്? Make a regular audit to ensure the health information department techniques and process comply with the guidelines as well as federal state laws. അതായത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഹെൽത്ത് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ടെക്നിക്സ് പ്രോസസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി, അവിടുത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയെന്ന് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം റെഗുലർ ആയിട്ട് ഓഡിറ്റ് നടത്തുന്നു. ഓഡിറ്റ് നടത്തുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്താണ്? നമ്മൾ ഈ ഫെഡറൽ സ്റ്റേറ്റ് ലോസ് പറഞ്ഞിരിക്കുന്ന ഗൈഡ് ലൈൻസ് എല്ലാം തന്നെ പാലിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് റെഗുലർ ആയിട്ട് ഓഡിറ്റുകൾ സംഘടിപ്പിക്കുന്നത്. ഓക്കെ, ഫോർത്ത് വൺ ക്ലിയർ ആണോ? ഫോർത്ത് വൺ? വളരെ നാലാമത്തെ പോയിന്റ് മനസ്സിലായില്ലേ? HM എന്തിനാണ് റെഗുലർ ആയിട്ട് ഓഡിറ്റ് നടത്തുന്നത് പിള്ളേരെ? ഓഡിറ്റ് നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ പറയുന്നത് നിൽക്കുക എന്നോട് കേട്ടോ. നമുക്ക് ഈ ഹെൽത്ത് ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട് ഫെഡറലും സ്റ്റേറ്റ് ലോസിൽ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവർ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ടല്ലേ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റും പ്രവർത്തിക്കേണ്ടത്. ഈ ഗൈഡ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എങ്ങനെയാണ്, ഏതൊക്കെ നിയമാവലികളാണ് പാലിക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയാണ് ഈ ഗൈഡ് ലൈൻസ് തന്നിരിക്കുന്നത്. അപ്പൊ പ്രത്യേകിച്ച് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്, ഹെൽത്ത് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റ്, ആ പറഞ്ഞിരിക്കുന്ന ലോസ് അല്ലെങ്കിൽ ആ ഗൈഡ് ലൈൻ അനുസരിച്ചിട്ട് തന്നെയാണോ പ്രവർത്തിക്കുന്നത് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് എന്ത് നടത്തുന്നത്? റെഗുലർ ആയിട്ട് ഓഡിറ്റുകൾ HM സംഘടിപ്പിക്കുന്നത്. മനസ്സിലായോ? അതായത് ഇപ്പൊ ഈ ഒരു മാനേജർ മാത്രമല്ല അതിന്റെ അകത്ത് പ്രവർത്തിക്കുന്നത് അല്ലെ, ബാക്കി ഒത്തിരി സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരെല്ലാം തന്നെ ഈ ഒരു ഇൻഫർമേഷൻസുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ ഫെഡറൽ സ്റ്റേറ്റ് ലോസുകളെല്ലാം പാലിച്ചിട്ടാണോ അവിടുത്തെ പ്രോസസ്സുകളും ടെക്നിക്സുകളും ഒക്കെ കൈകാര്യം ചെയ്യുന്നത് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പിള്ളേരെ റെഗുലർ ആയിട്ട് നിരന്തരമായിട്ട് ഓഡിറ്റ് നടത്തുന്നത്. ഓക്കെ, മനസ്സിലായോ? പഠിപ്പിച്ചല്ലോ, ക്ലിയർ ആണോ? എന്റെ മൂപ്പിയും ഹസീനയും മാത്രമുള്ള ക്ലാസ്സിലെ, ബാക്കി ആരുമില്ലേ?
ഇനിയും 4ാമത്തെ പോയിന്റ് മനസ്സിലാവാത്തവരുണ്ടോ? ക്ലിയർ ആണ്? ഒന്നുകൂടി പറയാം, ഒന്നുകൂടി വളരെ ക്ലിയർ ആയിട്ട് ഒന്നുകൂടി പറയാം. ഇവിടെ ഞങ്ങളുടെ സ്മാർട്ട് സ്ട്രീയിൽ ഓഡിറ്റ് നടത്താറുണ്ട്. അതായത് സ്മാർട്ട് സ്ട്രീക്ക് ഒരു ഗൈഡ് ലൈൻ ഉണ്ട്. ആ ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ടാണോ ഞങ്ങളും ടീച്ചേഴ്സും ഇവിടുത്തെ ടെക്നിക്കൽ സ്റ്റാഫുകൾ മാത്രം നോൺ ടീച്ചിങ് സ്റ്റാഫുകളുണ്ട്. അങ്ങനെ 115 പേരോളം ഉണ്ട്. ഇത്രയും പേര് ഈ സ്മാർട്ട് സ്ട്രീയിൽ പറഞ്ഞിരിക്കുന്ന ഗൈഡ് ലൈൻ അനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ജയദേവ് സാറും അല്ലെങ്കിൽ നമ്മുടെ സിൻറാജ് സാർ എന്താണ് എല്ലാ മാസവും റെഗുലർ ആയിട്ട് ഓഡിറ്റ് നടത്താറുണ്ട്. ഓഡിറ്റ് നടത്തുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമുക്ക് നമ്മുടെ ഒരു ക്രൈറ്റീരിയ തന്നിട്ട് ആ ക്രൈറ്റീരിയ അനുസരിച്ചിട്ടാണോ ഞങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് ചെക്ക് ചെയ്യും. അല്ലെന്നാണെങ്കിൽ എന്താണ് അതിന് വേണ്ടിയുള്ള ഓഡിറ്റിൽ എന്തെങ്കിലും പോരായ്മ കണ്ടാൽ അത് ഞങ്ങൾ അതേപോലെ പ്രവർത്തിച്ചിട്ടില്ല എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടായിരിക്കും മനസ്സിലാക്കുന്നത്. അത്രേ ഉള്ളൂ. ഇനി 5th പോയിന്റ് എന്താണ്? 5th പോയിന്റ്, cooperate with compliance officers that regularly track audits and denial from third-party auditors and insurance companies and find trends in the data. ഈ HIM കംപ്ലയൻസ് ഓഫീസേഴ്സുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹമായിട്ട് കംപ്ലയൻസ് ഓഫീസറായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നത്? ഇതിനു വേണ്ടിയിട്ടാണ് ഏതൊക്കെ ഇൻഷുറൻസ് കമ്പനികളാണ് ഈ ക്ലെയിമുകൾ നിരസിക്കുന്നത്, അല്ലെ? അതായത് തേർഡ് പാർട്ടി എന്ന് പറയുന്ന ആരെയാണ്? ഇൻഷുറൻസ് കമ്പനികളാണ്. അപ്പൊ ഏതൊക്കെ കമ്പനികളാണ് നിരന്തരമായിട്ട് ഇൻഷുറൻസ് നിരസിച്ചുകൊണ്ടിരിക്കുന്നത്, ഡിനൈൽ ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ളവരെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനും അല്ലെങ്കിൽ അതിൽ പുതിയ ട്രെൻഡ്സുകൾ കണ്ടെത്താനും വേണ്ടിയിട്ടും അദ്ദേഹം ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് അദ്ദേഹം അവിടെ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അതായത് കംപ്ലയൻസ് ഓഫീസറുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടാണ് ഏതൊക്കെ കമ്പനികളാണ് നമുക്ക് ഇൻഷുറൻസ് കൃത്യമായിട്ട് നിരന്തരമായിട്ട് നിരസിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ എന്താണ് ഡാറ്റയിൽ പുതിയ ട്രെൻഡ്സുകൾ കണ്ടെത്താനും HIM എന്താണ് പ്രവർത്തിക്കുന്നത് കേട്ടോ. ന്യൂ ട്രെൻഡ്സുകൾ കണ്ടെത്താൻ, അതായത് ഇപ്പൊ ഡാറ്റയിൽ പുത്തൻ പ്രവണതകൾ കൊണ്ടുവരാറില്ല നമ്മള്, അതൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്നതും HIM ആണ് കേട്ടോ. അത്രയും ഇതിൽ സിമ്പിൾ ആയിട്ട് ഇനി പറയാൻ പറ്റില്ല. ഒരു പ്രാവശ്യം ഇത് പറയാട്ടോ. HIMന്റെ പ്രധാന ഡ്യൂട്ടിയാണ് കംപ്ലയൻസ് ഓഫീസേഴ്സുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. കംപ്ലയൻസ് ഓഫീസേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഡാറ്റയുടെ സെക്യൂരിറ്റി നിയമാവലിയൊക്കെ സൂക്ഷിക്കുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ അതോറിറ്റിയാണ്. അപ്പൊ ഇവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് എന്ത് ട്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ? ഏതൊക്കെ ഇൻഷുറൻസ് കമ്പനികളാണ് പതിവായിട്ട് ഇൻഷുറൻസുകൾ നിരസിക്കുന്നത്, ഇത് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുന്നതിനും അല്ലെങ്കിൽ ഡാറ്റയിലെ പുതിയ ട്രെൻഡുകൾ കണ്ടെത്തുന്നതിനും വേണ്ടിയിട്ടാണ് HIM പ്രവർത്തിക്കുന്നത്. ഓക്കെ, ക്ലിയർ? ലാസ്റ്റ് പോയിന്റ് എന്താണ്? 6th വൺ, ഓർഗനൈസ് ആൻഡ് അനലൈസ് ഹെൽത്ത് ഇൻഫർമേഷൻ, അല്ലെ? അതായത് ബെറ്റർ യൂട്ടിലൈസേഷനോ അല്ലെങ്കിൽ ബെറ്റർ റിപ്പോർട്ടിംഗ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഹെൽത്ത് ഇൻഫർമേഷൻ കൃത്യമായിട്ട് രീതിയിൽ അനലൈസ് ചെയ്യും ഓർഗനൈസ് ചെയ്യുന്നത് ആരാണ്? HIM ആണ്. ഇത് കൂടാതെ തന്നെ എന്താണ് അദ്ദേഹത്തിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മറ്റു കുറച്ച് ഡ്യൂട്ടീസ് കൂടി വരുന്നുണ്ട്. ഏതൊക്കെയാണ് മറ്റു ഡ്യൂട്ടീസ് എന്ന് നമ്മൾ പറഞ്ഞത്? ഏതൊക്കെ ഡ്യൂട്ടീസ് ആണ് അതർ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്, സ്പെഷ്യലൈസ്ഡ് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്? മെഡിക്കൽ റെക്കോർഡ് അനലൈസർ ആയിട്ട് വർക്ക് ചെയ്യുന്നു, പേഷ്യന്റ് ഇൻഫോർമേഷൻ കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു, ഒരു കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. പ്രത്യേകിച്ച് ഏതെങ്കിലും രോഗവിഭാഗത്തിന്റെ രജിസ്ട്രേഷൻ പർപ്പസ്, പ്രത്യേകിച്ച് ക്യാൻസർ ഡിസീസസ് രജിസ്ട്രേഷൻ പർപ്പസസിന്റെ ഡാറ്റാസുകൾ പരിപാലിക്കുന്നത് HIM ആണ്. അതോടൊപ്പം തന്നെ എന്താണ് മെഡിക്കൽ ക്ലെയിം സ്പെഷ്യലിസ്റ്റ് ആയിട്ടും അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം അദ്ദേഹത്തിന് സ്പെഷ്യലൈസ്ഡ് ഡ്യൂട്ടീസിലുള്ളതാണ്. അത് അവിടെ ഇല്ല, ടെക്സ്റ്റിൽ ഇല്ല കേട്ടോ, ഞാൻ പറഞ്ഞു തന്നതാണ് അഡീഷണൽ ആയിട്ട്. അയ്യോ, ഓക്കെ, ക്ലിയർ ആണോ പിള്ളേരെ? നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ചോദ്യങ്ങൾ ഇത്രയും പഠിച്ചില്ലേ? പക്ഷെ ഇതിൽ നിന്ന് വന്ന ചോദ്യം എന്താ ഞാൻ പറഞ്ഞു തരട്ടെ. HIM സ്റ്റാൻഡ് ഫോർ, ഇത്രയും ചോദിച്ചോളൂ. ഇതുവരെ ചോദിച്ചാലൊക്കെ ഇതാണ്. HIM സ്റ്റാൻഡ് ഫോർ ആരാണ്? ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ. അല്ലാതെ ഇതൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷെ ഇത് ഇപ്രാവശ്യം നിന്ന് ചിലപ്പോൾ ചോദിക്കാം. ഇതുവരെയുള്ള ഇപ്പൊ 25 ബാച്ചോളം ആയിട്ടുണ്ട് നമുക്ക് കേട്ടോ. 25 ബാച്ചോളം സ്റ്റുഡൻസ് ഉണ്ട്. ഇതിലൊന്നും ഇതുവരെ ഇതിന്റെ ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ എക്സ്പാൻഷൻ അല്ലാതെ വേറെ ഒന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷെ എന്നാലും നിങ്ങൾ ഇത് പഠിച്ചേ മതിയാവും കേട്ടോ. ഈ 6 ഡ്യൂട്ടീസും പഠിക്കണം. 6 ഡ്യൂട്ടീസും ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക.
അത് ചിലപ്പോ ചോദിക്കാം. ക്വസ്റ്റ്യൻ ഞാനാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇടും കേട്ടോ. നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ടല്ലോ, അതിപ്പോ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ എന്ത് ചോദിച്ചാലും. അങ്ങനെ ഒരു ചെറിയ ഭാഗം എടുക്കാൻ നമുക്ക് ഇത്രയും സമയം എടുത്തു. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഇതൊരു അരമണിക്കൂറിൽ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് HCR റിലേറ്റ് ചെയ്തൊരു ആക്ടിവിറ്റി ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഇന്ന് കയറിയത്. HCR റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ആക്ടിവിറ്റി. പക്ഷെ അത് നമ്മള് ക്യാമറയൊക്കെ ഓൺ ചെയ്യണം. പക്ഷെ എല്ലാവരും പോസിബിൾ ആവുമെന്ന് അറിയില്ല. എന്നാലും പ്രിപ്പയർ ചെയ്തിട്ടാ വന്നത്. പക്ഷെ ഇങ്ങനെ ആയിപ്പോയി ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്ക് കുറെ നമ്മളിപ്പോ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ച് പഠിച്ചു അല്ലെ. 4th മൊഡ്യൂൾ വരെ പല ഡിപ്പാർട്ട്മെന്റ്സും പല ഓർഗനൈസേഷൻസിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി തിയറി ആണ് പഠിച്ചത്. നിങ്ങൾക്ക് പ്രാക്ടിക്കലി ഒന്ന് ചെയ്ത് നോക്കണ്ടേ? ഏതെങ്കിലും ഒരു ഭാഗത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാക്ടിക്കൽ ആയിട്ട് ഒരു ക്ലാസ്സിൽ കിട്ടിയതിനെ കുറച്ചുകൂടി നല്ലതായിരിക്കും. യെസ്, ഓക്കെ. വേറെ ഒന്നല്ല, ഇവിടെ നമ്മൾ ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിച്ചത് ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട, അത് മാത്രമേ നമുക്ക് ഒരു റിയൽ പെർഫോമൻസ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ OT-യിൽ എന്തെങ്കിലും പെർഫോമൻസുകളോ അല്ലെങ്കിൽ ഡിസാസ്റ്ററിലെ ബാക്കി ചെയ്യാൻ പറ്റും. എന്നിരുന്നാൽ പോലും നമുക്ക് കുറച്ച് പരിമിതികളുണ്ട്. അപ്പൊ ഒരു ഡിസാസ്റ്റർ സിറ്റുവേഷൻ നിങ്ങൾക്ക് തന്നിട്ട് തിരിച്ച് പ്രീ ഡിസാസ്റ്റർ ഫേസിലെ ഘട്ടങ്ങളായിരിക്കും തരുന്നത്. അതേപോലെ തന്നെ ഡിസാസ്റ്റർ ഫേസിലെ 2 ഘട്ടങ്ങൾ തന്നിട്ട് നിങ്ങൾ അതിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നതെന്നൊന്ന് കണ്ടെത്താൻ വേണ്ടി അപ്പൊ കുറച്ച് സമയം, അതായത് ഓരോരുത്തരും ഞാൻ കുറച്ച് ഡ്യൂട്ടീസ് തരും. ആരൊക്കെയാണ് ഇതൊക്കെ ചെയ്യുന്നത്? നമ്മൾ റോൾ പ്ലേ ചെയ്യില്ലേ പിള്ളേരെ? റോൾ പ്ലേ അതേപോലെ കുറച്ച് റോൾസ് തന്നിട്ട് എങ്ങനെ നിങ്ങൾ ആ സമയത്ത് പ്രവർത്തിക്കും. അതായത് നിങ്ങളുടെ മുന്നിൽ ഒരു സിറ്റുവേഷൻ വരും. ഈ സിറ്റുവേഷൻ ഇങ്ങനെയാണ്. നമുക്ക് ഓൺലൈൻ ചെയ്യുന്നതിന് കുറെ പരിമിതികൾ എന്നാൽ പോലും നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്നതുപോലെയാണ്. എനിക്ക് ഇൻസ്ട്രക്ട് ചെയ്യാനേ പറ്റുള്ളൂ. നിങ്ങൾ പെർഫോം ചെയ്യേണ്ട കാരണം നിങ്ങളാണ്. സിറ്റുവേഷൻ വന്നിട്ട് ഇപ്പൊ 5 പേരെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാം. 5 പേര് മതി. 5 പേര് വീട്ടിൽ ആയാൽ മതി. ബാക്കിയുള്ളവർ കണ്ടിരിക്കുക. 5 പേർക്ക് 5 പ്രധാനപ്പെട്ട റോൾസ് തരും. ഓക്കെ, നിങ്ങൾ അവിടെ ആ സമയത്ത് എങ്ങനെ ആക്ട് ചെയ്യും എന്ന് മാത്രം കാണിച്ചാൽ മതി. അഭിനയിക്കുക, ഇത്രയേ ഉള്ളൂ. പക്ഷെ ചെയ്യുമ്പോൾ റിയൽ ആയിട്ട് ചെയ്യാൻ നോക്കണം. മീൻസ് അങ്ങനെയല്ല, ആക്ഷൻ ആണ്, പക്ഷെ റിയലിസ്റ്റിക് മാനറിൽ നമ്മൾ കാണിക്കില്ലേ, അതേപോലെ അഭിനയിക്കാൻ പറ്റണം. അപ്പൊ ടീച്ചറെ എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറയരുത്. കാരണം നിങ്ങൾക്ക് ഓൾറെഡി നമ്മളെ പെർഫോം ചെയ്യാനുള്ളതാണ് അല്ലെ. അപ്പൊ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു ക്ലാസ് കൂടി അങ്ങനെ പ്രൊവൈഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ. അങ്ങനെയൊക്കെ കുറച്ചും കൂടി സിറ്റുവേഷൻ തന്നാൽ ആ ഒരു സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടില്ലാതെ കുറച്ചും കൂടി എളുപ്പമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, വേറെ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ഞാനത് ഉൾപ്പെടുത്താം കേട്ടോ. തീരുന്നേക്ക് മുൻപായിട്ട് നമുക്ക് ഏതെങ്കിലും 2 ക്ലാസ് അങ്ങനെ ചെയ്ത് നോക്കാം. ആർക്കെങ്കിലും എന്ത് ബുദ്ധിമുട്ടുണ്ടോ ചെയ്യുന്നതിന്? നമ്മളിവിടെ ചെയ്യിപ്പിക്കാവുന്നതാണ് കുട്ടികളെ കൊണ്ട്, ചെയ്യാറുണ്ടാവും. ചിലവര് ക്യാമറ ഓൺ ചെയ്യില്ല, ചിലവര് ക്യാമറ ഓൺ ചെയ്ത് അടിപൊളിയായിട്ടൊക്കെ ചെയ്യും. ആശുപത്രിയാണോ വീടാണോ നമുക്ക് മാറിപ്പോവും. അതുപോലെ പെർഫോം ചെയ്യുന്ന കുട്ടികളുണ്ട്. നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ അത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നിങ്ങൾ ആരെങ്കിലും 5 പേര് വില്ലിങ് ആണ്? 5 പേര് മതി. ശരിക്കും 10 പേരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ആക്ടിവിറ്റീസ് ആണ്. പക്ഷെ 5 പേരാണ് ചെയ്യുന്നത്. 5 പേര് തന്നെ വില്ലിങ് ആയിട്ട് വരില്ല. അറിയാലോ നിങ്ങൾക്ക്. 5 പേര് തന്നെ വന്നില്ല. ചിലപ്പോൾ 3 പേരെ വരുള്ളൂ ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട്. എന്തായാലും 5 റോൾസ് ഉണ്ട്. 5 റോളുകൾ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നതാണ്. ഓക്കെ, ഒരാളുടെ റോള് ഞാൻ ഇപ്പൊ തന്നെ പറയാം. ഒന്ന് ഇൻസിഡന്റ് കമാൻഡർ ആണ്. ആരാണ് ഇൻസിഡന്റ് കമാൻഡർ എന്ന് പറയുന്നത്? ഡിസാസ്റ്ററിലെ പ്രധാന വ്യക്തിയാണ് അല്ലെ. ഓവറോൾ ഡിസാസ്റ്റർ പ്ലാനിങ് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഇൻസിഡന്റ് സ്റ്റാഫാണ്. അദ്ദേഹം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്? അപ്പൊ ഞാനൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് തരാം. ഏത് സിറ്റുവേഷൻ ആണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും. അതിനനുസരിച്ച് നിങ്ങളൊന്ന് ചെയ്തു നോക്കാം. ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും പിള്ളേരെ, അത് ചെയ്തു നോക്കുക. എന്നിട്ട് കൊള്ളില്ലെങ്കിൽ കുഴപ്പമില്ല. അത് നിങ്ങൾ അത്ര ക്ലിയർ ചെയ്ത് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ പെർഫോം ചെയ്താൽ മതി. ആരെങ്കിലും എന്തെങ്കിലും കമന്റ് ചെയ്യണ്ടാ നോക്കി ചെയ്യൂല. ഇതാണ് പിള്ളേർക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോ ഭയങ്കര പുറകോട്ട് പോകും. ആക്ടിവിറ്റിന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പുറകോട്ട് പോകും. എന്തുകൊണ്ടാണ്? ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇല്ല. അങ്ങനെ ഞാൻ പറയുള്ളൂ. ഇത്രയൊക്കെ പഠിച്ച് 4th മൊഡ്യൂൾ തീരാറായി. അപ്പൊക്കും എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരണ്ടേ? എപ്പോഴും ക്ലാസ് അവിടെ ഇരുന്ന് ടീച്ചർ പറയുന്നത് കേട്ടിങ്ങനെ ഇരിക്കാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള അവസരം വേണ്ടേ? ചെയ്യണം, നിർബന്ധമായിട്ടും വേണം. യെസ്. ഇപ്പോ ഇവിടെ നിന്ന് കഴിഞ്ഞ് ഫസ്റ്റ് ജോലിക്ക് കയറുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ നേരിടുന്നത് ഒരു ഡിസാസ്റ്റർ സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ ചെല്ലുന്ന ഫസ്റ്റ് ഡേ അതായിരിക്കും. നിങ്ങൾ അവിടെ നോക്കി നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയിരിക്കും.
എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, കാര്യങ്ങളൊക്കെ അറിയാം, തിയറി ഒക്കെ പഠിച്ചിട്ടുണ്ട്, എങ്ങനെ ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാലോ? അപ്പൊ കുറച്ചുകൂടെ ഓവർകം ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ പ്രിപ്പയർഡ് ആവുകയാണെങ്കിൽ. ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ എന്തായാലും 2 ദിവസം ചെയ്യിപ്പിക്കും കേട്ടോ. അപ്പൊ അതിന് വില്ലിങ് ആയിരിക്കും. ആരും മാറി നിൽക്കരുത്, ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാ കഴിവും, നമുക്ക് എല്ലാ കഴിവുകളും ഉണ്ട്. നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ പുറത്തോട്ട് കൊണ്ടുവരാൻ ഒന്നാമത് അവിടെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ചിലപ്പോ ചിലവർ നമ്മൾ പറയാത്ത കുട്ടികളായിരിക്കും ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്. നമ്മുടെ ക്ലാസ്സിൽ ഒരു 11th ബാച്ചിൽ കുട്ടി ഉണ്ടായിരുന്നു, സുഹൃത്തിന്റെ. ആ കുട്ടി ഉണ്ടല്ലോ ക്ലാസ്സിലൊക്കെ ചോദിക്കുമ്പോൾ, പക്ഷെ ഇതുപോലെ ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ടല്ലോ, ആ കുട്ടിയാണെന്ന് പോലും നമുക്ക് തോന്നില്ല. എന്ത് രസമായിട്ട് പെർഫോം ചെയ്തെന്ന് അറിയാം. അങ്ങനെയുള്ള കുട്ടികളുണ്ട്. അപ്പൊ നമ്മളുടെ ഉള്ളിൽ കുറെ കാര്യങ്ങൾ ഇരിപ്പുണ്ട്, അതൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എടുക്കാം, ആക്ടിവിറ്റി അതിന്റെ ഒപ്പം തന്നെ ചെയ്തു പോവാം കേട്ടോ. യെസ്, ആ കുട്ടിയാണ്, അതിന്റെ മോള് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ആക്ടിവിറ്റി ചെയ്തപ്പോ അതിന്റെ മോളെ അഡ്മിറ്റ് ചെയ്ത പോലെ, അല്ലെങ്കിൽ മോൾക്കാണ് അസുഖം വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ മോളെയാണ് ചികിത്സിക്കുന്ന രീതിയിൽ കുഞ്ഞിനെ അവിടെ കിടത്തിട്ട് കുഞ്ഞനങ്ങാണ്ട് കിടന്നു. നല്ല രസമായിരുന്നു, കുഞ്ഞനങ്ങാണ്ട് കിടന്നു കേട്ടോ. കുഞ്ഞനങ്ങാണ്ട് കിടന്ന് ആ കുട്ടി ആ ഒരു സിറ്റുവേഷൻ ശരിക്കും കാണിച്ചു തന്നു നമുക്ക്. ഇതുവരെ ഒരു ഹോസ്പിറ്റലോ അങ്ങനെയൊന്നും എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ഒരാളാണ്, എന്നിട്ടും അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്താണ്, കുട്ടിക്ക് അത് ചെയ്യാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത് കേട്ടോ. പലർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അപ്പൊ ഇത്രയും പോർഷൻസ് പഠിച്ചു തീർക്കാനുണ്ട്, ഇതിന്റെ ഇടയിൽ ആക്ടിവിറ്റി കൂടി ചെയ്യാനായിട്ട് ടീച്ചറിന് ഭ്രാന്താണെന്ന് വിചാരിക്കും. അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിക്കുമ്പോഴോ 34 പേരില്ലേ, 34 പേരിൽ ആരെങ്കിലൊക്കെ നമുക്ക് വിചാരിക്കണ്ടോ? ഇനി വേറൊരു സന്തോഷ വാർത്ത പറയാം. ഏപ്രിൽ 8-ാം തീയതി നിങ്ങളുടെ ക്ലാസ് കഴിയും. ഏപ്രിൽ 8-ാം തീയതി കുറച്ചുകൂടി സന്തോഷമായില്ലേ? പിന്നെ 4-ാം തീയതി, ഇനിയിപ്പോ അധികം ദിവസങ്ങളും കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അല്ലേ? ഓക്കെ, ഏപ്രിൽ 8 വരെ നമുക്ക് നല്ല രീതിയിൽ സഹായിച്ചു പോവാം കേട്ടോ. അതിനിടയിൽ ആരും ആക്ടിവിറ്റി ചെയ്യില്ല എന്നൊന്നും പറയരുത്. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. അപ്പൊ നമ്മുടെ HMS ചാപ്റ്റർ കംപ്ലീറ്റഡ് ആണ് കേട്ടോ. നിങ്ങള് പോവല്ലേ. 8-ാം തീയതി ക്ലാസ് കഴിഞ്ഞ മൊഡ്യൂൾ എക്സാം ചിലപ്പോ 10-ാം തീയതിയോട് കൂടി അല്ലെങ്കിൽ 11-ാം തീയതി കൂടിയോ മൊഡ്യൂൾ എക്സാം ഉണ്ടാവും. 3 and 4 ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് മെയിൻ എക്സാം ഡേറ്റ്സുകൾ നിങ്ങൾ അറിയിക്കും കേട്ടോ, ഇൻഫർമേഷൻ അറിയിക്കും. ഇതിലെ കമ്പ്യൂട്ടറിന്റെ 10 യൂസസ് പഠിക്കണം. 10 യൂസസിന്റെ പേരുകളെങ്കിലും ഓർത്ത് വെച്ചാൽ മതി. പിന്നെ നമ്മുടെ HMSന്റെ ഫീച്ചേഴ്സുകൾ പഠിക്കാം. പേഷ്യന്റ് പോർട്ടല്, പേഷ്യന്റ് റിമോട്ടിംഗ്, അല്ലെങ്കിൽ റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിങ്. പിന്നെ EHRലെ ആദ്യത്തെ പാരഗ്രാഫിൽ മാത്രം കാര്യങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. ഈ ഒരു കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് എന്താന്ന് പഠിക്കാം, പ്രിസ്ക്രൈബിംഗ് എന്താന്ന് പഠിക്കാം. പിന്നെ തന്നിരിക്കുന്ന മോക്ക് ടെസ്റ്റ് പഠിക്കാം, ഗൈഡ് പഠിക്കാം. ഗൈഡ് എപ്പോഴാണ് പഠിക്കേണ്ടത്? മെയിൻ എക്സാമിന് മാത്രം. ഓരോ മൊഡ്യൂൾ എക്സാമിന് മാത്രമാണ് നിങ്ങൾ ഗൈഡ് നോക്കി പഠിക്കുന്നത്. ബാക്കി 3 and 4 എന്താണ്? മോക്ക് ടെസ്റ്റ് നോക്കി പഠിക്കാം കേട്ടോ. 3 and 4 മോക്ക് ടെസ്റ്റ് നോക്കി പഠിക്കാം. പതിയെ ഓരോ ചാപ്റ്റേഴ്സ് വേണമെങ്കിൽ തുടങ്ങിക്കോളൂ, പതിയെ റിവൈസ് ചെയ്തോളൂ. സമയം ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. എല്ലാം കൂടി ലാസ്റ്റ് പഠിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കും കേട്ടോ. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.